മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ ചിത എരിയുന്നത് കണ്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് പ്രതാപനും മേഘനാഥനും. അങ്ങനെ ഇതെല്ലാം ചെയ്ത ഗുണ്ടകൾക്ക് പ്രതാപനാണെങ്കിൽ ഇരട്ടി പണം തന്നെ കൊടുത്ത് സഹായിക്കുന്നു. ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വന്ന് കാണണമെന്നും നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഈ സഹായം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല എന്നും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വന്ന് കണ്ടാൽ മതിയെന്നും പ്രതാപൻ ആ ഗുണ്ടകളോടായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നെല്ലാം പറയുന്നു. ഇനി എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. അവരും ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് സന്തോഷിക്കട്ടെ എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് മേഘനാഥനോട്. മേഘൻ പറയുന്നു, ശരിയാണ്, എൻ്റെ വീട്ടിലും അച്ഛനും കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഞാനും പോയി ഈ വിവരങ്ങളെല്ലാം നേരിട്ട് പറയട്ടെ, എല്ലാവർക്കും ഒരു സന്തോഷമാവട്ടെ എന്നെല്ലാം പറഞ്ഞ് രണ്ട് കൂട്ടുകാർ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം മാർക്കോ ആണെങ്കിൽ മഹാലക്ഷ്മിയും കൂട്ടി ലേഖയുടെ വീട്ടിലെത്തുന്നുണ്ട്. ലേഖ മഹാലക്ഷ്മിയെ കാണുമ്പോൾ ഓടി വരുന്നുണ്ട്. നീ എവിടെയായിരുന്നു മഹി? എത്ര നേരമായി ഞങ്ങൾ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണേട്ടൻ എന്തോരം വിഷമിച്ചെന്നറിയോ, നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എന്താ നിനക്ക് പറ്റിയെന്നെല്ലാം ചോദിക്കുന്നു. മഹാലക്ഷ്മി പറയുന്നു, ഞാൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ലേഖയോട് വിശദമായിട്ട് തന്നെ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. ഇത് കേൾക്കുന്ന ലേഖ ആകെ ഞെട്ടുകയാണ്. അങ്ങനെ മഹിക്ക് മാർക്കോ കാണിച്ചു കൊടുത്ത വീഡിയോ മഹി ലേഖക്കും കാണിച്ചു കൊടുക്കുന്നു. അതിൽ പ്രതാപനും അതുപോലെ മേഘനാഥനും വളരെയേറെ സന്തോഷത്തോടുകൂടി മഹിയുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് കാണുന്ന ലേഖയാണെങ്കിൽ ആകെ അമ്പരന്ന് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ലേഖക്ക് ദേഷ്യമൊക്കെ വരികയാണ്. ഇത് കാണുന്ന ലേഖ മഹിയോട് പറയുന്നു, ഇതിൻ്റെ പിന്നിലും ആ പ്രതാപനും മേഘനാഥനുമാണല്ലോ, ഇവരെ ഒരിക്കലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, ഇവരെ വെറുതെ വിടാൻ പാടില്ല മഹി എന്നെല്ലാം പറയുകയാണ്. എല്ലാം തുറന്നു പറഞ്ഞ് കണ്ണേട്ടൻ്റെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് എന്തായാലും കണ്ണേട്ടനെ കൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കണമെന്നും ലേഖ മഹിയോടായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ആപത്താണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെ ഇങ്ങനെ ഇവരോരോ പ്രശ്നങ്ങളിൽ കൊടുക്കുന്നത്. ഇത് ഇനി ആവർത്തിച്ചുകൂടാ മഹി, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ലേഖ ഉറപ്പിച്ച് പറയുകയാണ് മഹിയോട്. ലേഖയാണെങ്കിൽ മാർക്കോനോട് നന്ദി പറയേണ്ടത്, ഞങ്ങളുടെ മഹിയെ രക്ഷപ്പെടുത്തിയതിന് തന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നും ലേഖ മാർക്കോനോടായിട്ട് പറയുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, നന്ദി പറച്ചിലിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, എന്നോട് കണ്ണൻ സാറ് പറഞ്ഞിരുന്നു, എന്തായാലും ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ മഹാലക്ഷ്മിയെ വളരെയേറെ ശ്രദ്ധിക്കണമെന്നും ചുറ്റിനും ശത്രുപക്ഷം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ മാഡത്തിന് കൊടുത്തിരുന്നുവെന്നും മാർക്കോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മേഘനാഥൻ്റെ നീക്കങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് മഹാലക്ഷ്മിയെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചതെന്നും മാർക്കോ എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും അതുപോലെ അനന്തവും ആകെ ടെൻഷനിലാവാണ്. ആരെ വിളിച്ചിട്ടും ഫോണിൽ കിട്ടുന്നില്ല, മഹീനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതുപോലെ തന്നെ മഹി എത്തേണ്ട വീടുകളിലൊന്നും എത്തിയിട്ടില്ല എന്നറിഞ്ഞിട്ട് എന്തായാലും അനന്തവും കണ്ണനും തീരുമാനിക്കും, നമുക്ക് പോലീസിൽ ഈ വിവരം അറിയിക്കാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് തന്നെയാണ് കണ്ണൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അങ്ങനെ ഫോൺ അനന്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് മാർക്കോ ആയിരുന്നു. അങ്ങനെ കണ്ണൻ മാർക്കോനോട് പറയുന്നുണ്ട്, കുറച്ച് നേരമായിട്ട് മഹാലക്ഷ്മിയെ ഒരു തരത്തിലും ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നറിഞ്ഞ് ഞാൻ ആകെ ടെൻഷനിലാന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, സാറ് വിഷമിക്കേണ്ട, മഹാലക്ഷ്മി ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ് കേട്ടോ കണ്ണനെ. അങ്ങനെ മഹാലക്ഷ്മിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കണം, കുറച്ച് നേരമായിട്ട് എനിക്ക് കണ്ണേട്ടനെ തിരിച്ചു വിളിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, ഇതെല്ലാം വിശദമായിട്ട് തന്നെ കണ്ണേട്ടനോട് ഞാൻ പറയാമെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നടന്ന സംഭവങ്ങൾ മുഴുവനായിട്ട് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നു. ഇത് കേൾക്കുന്ന കണ്ണനും അനന്തവും ഇതെല്ലാം കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും 2 ദിവസം ഞാൻ ലേഖയുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്, ഞാൻ മരിച്ചു എന്നല്ല അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് മാർക്കോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ലേഖയുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്നും കണ്ണേട്ടൻ വിഷമിക്കേണ്ട എന്നും മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ മാർക്കോനോട് വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. മാർക്കോ പറയുന്നുണ്ട്, ആ പ്രതാപനും അതുപോലെ മേഘനാഥനും കൂടി ഉണ്ടാക്കിയ ഒരു കെണിയാണിത്, മഹാലക്ഷ്മിയെ ജീവനോടെ കത്തിക്കാനുള്ള പ്ലാനായിരുന്നു, തന്ത്രപൂർവ്വം ഞാനിതെല്ലാം അറിഞ്ഞ് അതിൽ നിന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കുകയായിരുന്നു എന്നെല്ലാം പറയുന്നതോട് കണ്ണൻ ആകെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.